തൊഴിൽപരമായ തർക്കങ്ങളും മദ്യം നൽകാത്തതുമാണ് കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിന്റെ കൊലപാതകത്തിന് കാരണമെന്ന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ് IPS. പ്രതികളെ സാജൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രതികൾ പ്രകോപിതരായി. തടികൊണ്ടുള്ള ആക്രമണത്തിൽ തലയോട്ടി തകർന്നതാണ് മരണകാരണം. ശേഷം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികൾ മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. തെളിവുകൾ പരമാവധി പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരുന്നതായും ജില്ലാ പോലീസ് മേധാവി കാഞ്ഞാറിൽ പറഞ്ഞു. അപ്പോൾ ഇത് സംഭവം അന്വേഷണത്തിൽ മനസ്സിലായത് 29-ാം തീയതി രാത്രി അന്ന് വൈകിട്ട് അവിടെ മേലുകാവ് ഇരുമാപ്ര എന്ന സ്ഥലത്തുള്ള പള്ളിയിലെ പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുടെ കാര്യങ്ങളുമായിട്ട് തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഈ കൊല്ലപ്പെട്ട ആള് സാജൻ സാമുവൽ അന്ന് ഈ പ്രതികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഈ തൊഴിൽപരമായ തർക്കങ്ങളും അതുകൂടാതെ ഈ മദ്യം വാങ്ങിച്ചത് ഷെയർ ചെയ്ത് കൊടുക്കാത്തതിനുള്ള ഒരു നിരസവും കാരണം, അതുകൂടാതെ നിങ്ങൾ ഒരാളെ വെച്ചേക്കില്ല എന്നുള്ള രീതിയിലുള്ള ഭീഷണിയും ഒക്കെ ഈ പ്രതികളോട് നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് ഇവർക്ക് പ്രകോപിതരായിട്ടാണ് പ്രതികൾ അന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ട് ഈ സാജൻ സാമുവൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആദ്യം പുറത്തൊരു കല്ല് കൊണ്ടിടുകയാണ്. അതിനുശേഷം തലയിൽ കട്ടി കൂടിയൊരു തടിക്കഷ്ണം വെച്ചിട്ട് തലയടിച്ച് സ്കള് ഫ്രാക്ചറായിട്ടാണ് ഇയാൾ മരിച്ചിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ മർദ്ദിച്ചു. തുടർന്ന് ബോഡി വരിഞ്ഞു കെട്ടിയിട്ട് ഇലക്ട്രിക് വയർ വെച്ച് കാലും മറ്റൊക്കെ വരിഞ്ഞു കെട്ടി 30-ാം തീയതി രാത്രിയാണ് ഇവിടെ മേലെ മൂലമറ്റം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. 30-ാം തീയതി രാത്രി ഇവിടെ ഒന്ന് അവിടെ മറവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് വിജയിച്ചില്ല. അതിനുശേഷം ഈ ബോഡി ഡിസെക്ട് ചെയ്തിട്ട് കൈ വെട്ടി മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് പാർട്ടി അവിടെ പട്രോളിങ് ഈ ഇൻഫർമേഷൻ കിട്ടി അവിടെ ചെല്ലുന്നതും പ്രതികൾ ഈ ശ്രമം ഉപേക്ഷിച്ചിട്ട് കടന്നുകളയും ചെയ്തു. പിന്നീട് പോലീസ് കഡാവർ ഡോഗിന്റെ സഹായത്തോടുകൂടിയാണ് ഈ വെട്ടിമാറ്റിയ കൈയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. കൂടുതൽ നടപടികൾ നടന്നുവരികയാണ്. എവിഡൻസ് എല്ലാം മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് എവിഡൻസ് കൂടെ കളക്ട് ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്ന് എവിഡൻസ് കളക്ട് ചെയ്ത് ഫർദർ ആക്ഷൻസ് സ്വീകരിച്ചു വരികയാണ്.